ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ബൈക്ക് ക്യാമറയാണ്. ഞാനിത് കറൻ്റ് യൂസ് ചെയ്യുന്നൊരു ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്ലസ് ഈ ക്യാമറയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ക്യൂബോ ബൈക്ക് ക്യാം പ്രോ, ഇത് ക്യാമറ വരുന്ന ബോക്സാണ്. ഇതിൻ്റെ ഒരു വൺ സൈഡിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു 3MP ക്യാമറയാണ്. IP66 വാട്ടർ പ്രൂഫ്, സപ്പോർട്ട് അപ് ടു 1TB SD കാർഡ്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി 2000 mAh, അപ് ടു 360 മിനിറ്റ് ബാറ്ററി ലൈഫ്. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇതാണ് ക്യാമറ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ്. അതുപോലെ ഇതിൽ SD കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ സൈഡിലായിട്ടാണ്. ഇവിടെ ഇതുപോലെ ഇത് ഓപ്പൺ ചെയ്തിട്ട് SD കാർഡ് ഇതിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത്, ഇതിവിടെ ഓൾറെഡി ഞാൻ SD കാർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ പുഷ് ചെയ്ത് കഴിയുമ്പോൾ റിലീസാവും. വീണ്ടും വന്നിട്ട് പുഷ് ചെയ്ത് കഴിയുമ്പോൾ അത് ലോക്കാവും. അതുപോലെ ഇത് ചാർജ് ചെയ്യുന്നത്, ചാർജിങ് പോർട്ട് വരുന്നത് Type-C പോർട്ട്, ഇതായി ഈ ഭാഗത്തായിട്ടാണ് Type-C പോർട്ട് വരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ്. അതായത് ചാർജിങ് ഇൻഡിക്കേഷന്, അതുപോലെ SD കാർഡ് ഇൻസേർട്ടഡ് ഓർ നോട്ട്, അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടോപ്പിൽ വരുന്നത്. പിന്നെ ഇത് മൗണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു മൗണ്ടിങ് ക്ലിപ്പിലാണ്. ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഒരു മൗണ്ടിങ് ക്ലിപ്പും വരുന്നുണ്ട്. ആ ക്ലിപ്പ് ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഓൾറെഡി എൻ്റെ ബൈക്കിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതുപോലെ ഈ ക്യാമറ ആണെങ്കിൽ ഓണും ഓഫ് ആക്കുന്നത്, ഇതിന് മുകളിൽ പ്രത്യേകിച്ച് സ്വിച്ചുകളൊന്നുമില്ല. അത് നമ്മൾ മൗണ്ടിങ് ക്ലിപ്പിൽ ഇൻസേർട്ട് ചെയ്ത് ലോക്ക് ആകുന്ന സമയത്ത് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും ആ മൗണ്ടിങ് ക്ലിപ്പിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓഫ് ആവുകയും ചെയ്യും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ മൊബൈൽ ഹോൾഡറാണ്. ഈ മൊബൈൽ ഹോൾഡറിൽ തന്നെ ഇതാണ് മൗണ്ടിങ് ക്ലിപ്പ് വരുന്നത്. ഈ ക്ലിപ്പാണെങ്കിൽ ഇതിൽ ഒട്ടിച്ച് വെച്ചേക്കുകയാണ്. ഇതിൽ ക്യാമറ ആണെങ്കിൽ ഇങ്ങനെ, അതായത് ഈ സ്ലോട്ടിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ ഇത് ലോക്കാവും. അതായത് ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ ഇത് അൺലോക്കാവും. അപ്പം ഇത് എപ്പോഴാണ് ലോക്കാവുന്നത്, ഈ ലോക്കാവുമ്പം ഈ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഇത് പുഷ് ചെയ്ത് ഈ ലോക്കിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ഇത് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഓഫാവും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇവിടെ ചാർജിങ് സ്ലോട്ടുണ്ട്. ഈ ചാർജിങ് സ്ലോട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇത് ചാർജ് ചെയ്യാനും പറ്റും. ഇത് ഞാൻ ബൈക്കിൽ ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഇപ്പം ക്യാമറയുടെ ഒരു ക്വാളിറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് ക്യൂബോർഡ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് വീഡിയോസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ ഓൾറെഡി ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലൈവായിട്ട് വീഡിയോസ് കാണാൻ സാധിക്കും. അതുപോലെ ട്രിപ്പ് ആൻഡ് റെക്കോർഡിങ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പർട്ടിക്കുലർ ഡേറ്റിൻ്റെ സേവ്ഡ് വീഡിയോസ് ആക്സസ് ചെയ്യാൻ കഴിയും. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ ബൈക്കിൽ ക്യാമറ ഫിറ്റ് ചെയ്തതിന് ശേഷം എടുത്തതാണ്. ഇത് എൻ്റെ പ്ലെയിൻ വൈസറല്ല, ഞാൻ ക്യാമറ കണക്ട് ചെയ്തേക്കുന്നത് വൈസറിൻ്റെ ബാക്ക് സൈഡിലാണ്. സോ അതുകൊണ്ടാണ് വിഷ്വലിന് ഈ കളറിൽ ചെറിയൊരു വ്യത്യാസം. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.